ഹലോ ഗായ്സ്. Hello guys. ഇന്ന് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ജസ്റ്റ് ചെറിയ ചെറിയ രീതിയിൽ വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. കാരണം സ്കൂൾ ബാഗും ലഞ്ച് ബാഗും വേണ്ടായിരുന്നു, അതൊന്നും വാങ്ങണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ തന്നെ ഈ വർഷം മതിയായിരുന്നു. പിന്നെ കുറച്ച് ബുക്കുകളും പെൻസില്, സ്കെച്ച്, പിന്നെ ബ്രൗൺ പേപ്പർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പം ഇന്ന് ബുക്കൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. തന്നെ ബ്രൗൺ പേപ്പർ അല്ല ബുക്കുകൾ മേടിച്ചത് ക്ലാസ്മേറ്റിന്റെ നോട്ട്ബുക്കാണ് ഞാൻ മേടിച്ചത്. 6 ബുക്കുകൾ വേണമായിരുന്നു അവർക്ക്. അപ്പം അങ്ങനെ നോക്കാണ്. ഇത് മാത്സിന് കോളം ബുക്കുകൾ, നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബുക്കുകളാണ്. ഇത് MRP 30 രൂപയുടെ നോട്ട്ബുക്കുകളാണ് വാങ്ങിച്ചത്, ചെറിയ നോട്ട്ബുക്കുകൾ. ഇത് തന്നെ അവർക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ ഇട്ട് വന്നാൽ മതി. ക്ലാസ്മേറ്റിന്റെ ബുക്കുകളാണ്, നല്ല അട്രാക്റ്റീവ്. പിന്നെ അട്രാക്ഷൻ ഇതൊന്നും ഈ പടമൊക്കെ ഇപ്പൊ കാണുള്ളൂ. ഇതെല്ലാം ഇപ്പൊ കൊണ്ട് അതിന്റെ ബ്രൗൺ പേപ്പർ ഇട്ട് അങ്ങോട്ട് പൊതിഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ കളർ ബ്രൗൺ പേപ്പറാണ് വാങ്ങുന്നത്. എനിക്ക് ഈ കളറാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണിത്. പിന്നെ വേറെ കളറുണ്ട്, വേറെ കളറുകളുണ്ട്. വൈറ്റ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ വാങ്ങാറില്ല. എനിക്ക് ഈ കളറാണ് ഏറ്റവും ഇഷ്ടം. ഇത് വന്നിട്ട് MRP 60 ആണ് ഇത് കിടക്കുന്നത്, പക്ഷെ ഇത് 40 ആണ് കിട്ടിയത്. പിന്നെ ഒരു ബോക്സ് വാങ്ങിച്ചു, നോട്ട്ബുക്കുകൾ, 6 നോട്ട്ബുക്ക് മേടിച്ചു. നല്ല നോട്ട്ബുക്ക് 4 ലൈൻ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഇങ്ങനെ വന്നു അവളുടെ ഓരോ ബുക്കുകളൊക്കെ കാണിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു സ്കെയില്, പെൻസില്, പേന. നീ പറഞ്ഞോളൂ. ബുക്ക്, പിന്നെ കളർ പെൻസില്, പിന്നെ വള കാണിച്ചെടുക്കുക. അത് വള അവർക്ക് സ്കൂളിൽ ഇടാനായിട്ടുള്ള വളയായിരുന്നത്. സ്കൂളിൽ ഇടാനുള്ള വള വാങ്ങിയതാണത്. സ്കൂളില് ബ്ലൂ കളറാണ് യൂണിഫോം. അപ്പൊ രണ്ട് കൊറേ വളയുണ്ട്, ഇട്ട് കാണിച്ചു ഇടാൻ പറ്റും. അതാകുമ്പോ ലാസ്റ്റ് ചെയ്യും, പൊട്ടത്തില്ല, പെട്ടെന്ന് പൊട്ടത്തില്ല. അവർക്ക് പൊട്ടി കയ്യിലൊന്നും കൊള്ളത്തില്ല, അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ലാത്ത നല്ല വളയാണ്. അതുകൊണ്ട് അത് മേടിച്ചത്. പിന്നെ സ്കെച്ച്, ഇത് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഈ സ്കെച്ച് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, പക്ഷെ അവർക്ക് ക്രയോൺസ് ആണ് യൂസ് ചെയ്യുന്നത് സ്കൂളിൽ. ഇത് എന്തെങ്കിലും പ്രോജക്റ്റ് ഒക്കെ തന്നു വിടുമ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ പെൻസിൽ ഞാൻ വാങ്ങിക്കുന്നത് എപ്പോഴും അപ്സരയുടെയാണ്. ഇത് ഞാൻ വാങ്ങുന്നത് സ്ഥിരം വാങ്ങുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിലാണ്. ഇത് ഒരു പാക്കറ്റായിട്ട് അങ്ങ് മേടിക്കും, അപ്പോൾ ഒരു വർഷത്തേക്ക് ഇത് മതിയാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു പെൻസിൽ കട്ടറും ഒരു എറേസറും ഉണ്ട്. പിന്നെ 10 എണ്ണം, ഒരു പാക്കറ്റിൽ 10 പെൻസിൽ ഉണ്ടായിരിക്കും. അപ്സരയുടെ ആകുമ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഡാർക്കിൻ്റെ ഇതാണ് ഞാൻ നോക്കി. എക്സ്ട്രാ ഡാർക്കിൻ്റെ നോക്കിയാണ് ഞാൻ മേടിക്കുന്നത്. നല്ല ഇതാണ്. വളയിട്ടതിൻ്റെ ചാട്ടമാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേടിച്ച സാധനങ്ങൾ നോട്ട്ബുക്കുകൾ വാങ്ങിച്ചു, പെൻസിൽ പാക്കറ്റ് മേടിച്ചത്, പിന്നെ സ്കെയില്, പേന, ബോക്സ്, ബ്രൗൺ പേപ്പർ, സ്കെച്ച്, അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ. എന്നാലും നല്ല എമൗണ്ട് ആയിട്ടുണ്ട്, അത് വേറെ സത്യം. അപ്പോൾ ബാഗും ലഞ്ച് ബാഗും ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ വർഷത്തെ സാധനങ്ങൾ തന്നെ ഉണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിലാണ് മേടിച്ചത്. ഇതിൻ്റെ ഏതാണ് സ്പോർട്ട് ബോട്ടിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ് മേടിച്ചത്. ബോട്ടിലാണ് മേടിച്ചത്. ഇതാകുമ്പോൾ ലാസ്റ്റ് നല്ല ഇതാണ്, ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഞാൻ ഇതുവരെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം ഇത് മാറ്റിയിട്ട് ഇത് മേടിച്ചതാണ്. ഇതാകുമ്പോൾ മറ്റത് നിറഞ്ഞിരിക്കുന്ന ബോട്ടിൽ പിന്നെ നിറച്ചെടുക്കുമ്പോഴത്തേക്കും തറയിൽ വീണുപോയി അപ്പോഴേ ആ ബോട്ടിലങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതിനൊക്കെ നല്ലത് ഇതോട്ട് മേടിച്ച്. അപ്പോൾ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. June 5 മോൾക്ക് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.